സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റിയാക്ടിങ് ടു റിയാക്ഷൻ വീഡിയോ. ഓക്കെ, സോ എന്തായാലും നമ്മൾ ടൈറ്റിൽ വായിച്ചു നോക്കാം. ലിപ് ലോക്ക് സീൻ കൊടുക്കാത്ത കാരണം തല്ലുണ്ടാക്കി രേണുസുതി, ദാസേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. രേണുസുതിയുടെ വീഡിയോയിലായിരിക്കും, കാരണം ഇൻസ്റ്റയും FBയും തുറന്ന ഇത് തന്നെയേ ഉള്ളൂ. അതേപോലെ യൂട്യൂബിലും ഇത് തന്നെയാണ് മെയിൻ. സോ എന്തായാലും വീഡിയോ കണ്ടുനോക്കാം. ഓക്കെ, അപ്പൊ ഗൈസ്, റിയാക്ടിങ് ടു റിയാക്ഷൻ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇനി ഇന്റിമസി സീൻ ഉണ്ടെങ്കിൽ എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ ഇനിയും രേണുസുതി അഭിനയിക്കും. സാധാരണ അമ്മയും മക്കളും ആണെങ്കിൽ സൗന്ദര്യ പണക്കെങ്കിലും ഉണ്ടാവും, ഇല്ലയോ? നിങ്ങളൊക്കെ നമ്മളൊക്കെ എന്റെ അമ്മയോട് ഞാൻ ഇടയ്ക്കൊക്കെ പിണങ്ങിയിരിക്കും. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. രേണുസുതി യൂണിവേഴ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. വെൽക്കം 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 എല്ലാവർക്കും വെൽക്കം വെൽക്കം. റെലവന്റ് ടോപ്പിക്കും നല്ല താല്പര്യമുള്ള ആളുകൾ മാത്രം കണ്ടാൽ മതി. അതെ അതെ അതെ, എല്ലാവരും കണ്ടുകണ്ടും അടുത്താണ്. എന്നാലും പിന്നെയും പുതിയ കണ്ടന്റ് ആണ്, പഴയതല്ല, കണ്ടിരിക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മുടെ രേണുസുതി, ദാസേട്ടൻ കോഴിക്കോടൊക്കെ ചേർന്നുകൊണ്ട് ലിപ് ലോക്ക് എന്ന വ്യാജേന കടിച്ചുപറി കാണിച്ചുകൊണ്ട് ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് അപ്പൊ ലിപ് ലോക്ക് ഇല്ല, കടിച്ചു പറയേ ഉള്ളൂ. കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനൊക്കെ ഞാൻ ഇനിയും ഇത്തരത്തിലുള്ള ഇന്റിമേറ്റ് സീൻസും കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പൂർവാധികം ശക്തിയോടുകൂടി തന്നെ രേണുസുതി ബിഗ് ബോസിന് മുന്നേ ഉള്ള തന്റെ പഴയ പ്രൗഢിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നാൽ മുഴുവൻ നമ്മുടെ രേണുക്കിനെ മാത്രമാണ് അവിടെ കാണാൻ സാധിക്കുക. അപ്പൊ എന്നാണെങ്കിലും ഇതിനകത്തിലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിരിക്കുന്ന കുറച്ച് സംഭവ വികാസങ്ങളുണ്ടായിരുന്നു. എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോക്കകത്തോടെ ജസ്റ്റ് റിയാക്ട് ചെയ്ത് വിടാം സുഹൃത്തുക്കളെ. ആദ്യം തന്നെ നമ്മുടെ ദാസേട്ടൻ കോഴിക്കോട് പറയുന്ന കുറച്ച് കാര്യം. അപ്പൊ എന്തായാലും കുറച്ച് സംഭവ വികാസങ്ങളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, ഉണ്ടായിരുന്നു. നമുക്ക് ദാസേട്ടൻ എന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കാം. വിമർശനങ്ങളെ അന്നൊന്നും നമ്മൾ ആ രീതിയിൽ എടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ പ്രതികരിക്കാറില്ല. പക്ഷേ ഞങ്ങളെ മന്ദാരച്ചേരി എന്നാണ് ആൽബം, ഞങ്ങൾ അതിന് രേണു ചെയ്ത രണ്ടാമത്തെ ആൽബം. നല്ല രീതിയിൽ 5 ലക്ഷം വ്യൂസ് നല്ല രീതിയിൽ കൊണ്ടുവരും. അപ്പം അതിൽ ചില സീനുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സീനുകൾ, ഒരു ഇന്റിമേറ്റ് സീനുകളൊക്കെ ആൽബത്തിന്റെ ഇതിൽ ചേരാത്തതുകൊണ്ട് ഞങ്ങൾ അതിലിടാൻ പറ്റിയില്ല. അതായത് നമ്മൾ വയലിൽ കൂടെ വരുന്ന സ്ഥലത്തിൽ പെട്ടെന്ന് ഇടയിൽ ബെഡ്റൂം സീൻ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് അപ്പൊ ഇവർക്കറിയാം, ബെഡ്റൂം സീൻ എടുത്ത് വയലിൽ കൂടെ വരുന്ന ആ സീനിന്റെ ഇടയിൽ കൂടെ ഇട്ടാൽ അത് ശരിയാകില്ലെന്ന്. എന്നിട്ട് പിന്നെ എന്തിനാണ് ഈ ബെഡ്റൂം സീൻ എടുക്കണത്? എന്തിനാണ് എടുത്തത്? സീനുകൾ മാറ്റി വെച്ചു. ആരുടെ താല്പര്യത്തിലാണ് എടുത്തത്? ഞങ്ങളുടെ സമ്മതത്തോടു കൂടിയാണ് ആ സീന് ഡയറക്ടർ ഇട്ടത്. ആ നല്ല രീതിയിൽ വൈറലാവുകയും വിവാദങ്ങളാവുകയും. വിവാദമാവണം, വൈറലാവണം, വിവാദമാവണം. അതിനുവേണ്ടി വെറുതെ എടുത്താണ്, അല്ല ആൽബത്തിന് വേണ്ടിയല്ല. ആൽബം എന്ന പേരും പറഞ്ഞ് പേക്കോത്ത് നടത്തുകയാണ്. അപ്പം അതൊക്കെ ഓക്കെ, ആ വിവാദങ്ങൾ അംഗീകരിക്കും. പക്ഷെ ഇതിന്റെ വിവാദങ്ങളൊന്നും വന്നത് യൂട്യൂബേഴ്സിന് ആഘോഷിക്കുക, അല്ലെങ്കിൽ അവർക്കൊരു കണ്ടന്റ് ചെയ്യാം. പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ തിരിപ്പിക്കാൻ പല മലരന്മാർ യൂട്യൂബേഴ്സ് ഉണ്ട്. അവരുടെ പേര് ഞാൻ പറയുന്നില്ല. എനിക്കറിയാം, നമ്മുടെ ചാനൽ നോക്കിയാൽ മതി, അവര് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ പേര് പറയാതെ പറഞ്ഞുകൊണ്ട് ഇനി മുന്നോട്ടുള്ള ഒരു ക്ലിപ്പിൽ പുള്ളി ഒരാളെ പറ്റി സംസാരിക്കണം. നമുക്ക് അതിലോട്ട് വരാം. അപ്പൊ ഇവിടെ ദാസേട്ടൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ അപരാധങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൂട്ടുമ്പോഴത്തേക്കും ഒരുപാട് ആളുകൾ ദാസേട്ടനെ ഇത്തരത്തിൽ കളിയാക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേട്ടില്ല. മന്ദാരച്ചയില് ഇവരുടെ ആ ഒരു ആൽബത്തിനകത്ത് അങ്ങനെ ഒരു ഇന്റിമേറ്റ് സീന് സത്യം പറഞ്ഞാല് ആ ഒരു ഇവര് വയലിക്കൂടെ നടന്നിട്ട് അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് കട്ട് ചെയ്ത് മാറ്റി എന്നുള്ളതാണ് ഇവരോട് പറഞ്ഞിരിക്കുന്നത്. അന്ന് ഞാൻ ഇവർക്ക് ഒരു ആൽബം റോസ്റ്റ് ചെയ്ത് വീഡിയോ ഉണ്ടായിരുന്നു. അതിനകത്ത് സ്റ്റോറി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. തളർവാദം എന്ന് തളർന്ന് കിടക്കുന്ന ഒരു ഭർത്താവ്, ഒരു സ്ത്രീയാണ് രേണുസുതി. അതിന്റെ ക്യാപ്റ്റൻസിനെ പറ്റി മാത്രമാണ് പറയുന്നത്, വ്യക്തികളെ പറ്റില്ല. അപ്പം ആ ഒരു ക്യാരക്ടറാണ് രേണുസുതി. അപ്പം മക്കളുണ്ട്. ഇതിന് അതെ അതെ, ഞാനും കണ്ടായിരുന്നു ആ ഒരു ആൽബം. ആ ഒരു ആൽബത്തില് രേണുസുതി പെട്ടെന്ന് വയലിൽ കൂടെ നടന്നു വരുമ്പം ദാസേട്ടനെ കാണുന്നു. ദാസേട്ടനെ കാണുമ്പോൾ തന്നെ പ്രണയം ഉദിക്കുന്നു. പിന്നെ എന്തൊക്കെയോ സീനുകൾ ഓർമ്മിക്കുന്നതാണ്, എന്തൊക്കെയോ എടുത്തു കൂട്ടുന്നു. അവസാനം ദാസേട്ടൻ നോക്കുമ്പോൾ രേണുസുതിക്ക് ഭർത്താവുണ്ട്, വയ്യാതെ കിടക്കുകയാണ്, തളർവാദം വന്നു. എന്താണ് റിയൽ ലൈഫ് സ്റ്റോറിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് എടുത്തേക്കുന്ന കണ്ടന്റ് ആണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അതിനകത്ത് എന്താണെങ്കിലും അങ്ങനെ ഒരു വ്യക്തിയാണ്. പക്ഷേ ദാസേട്ടനെ വയലിൽ വെച്ച് കാണുമ്പോൾ തെന്നി അടിച്ച് വീഴുന്ന രേണുസുതിനെ കാണുമ്പോൾ ഉള്ളിൽ നിന്ന് പ്രണയ അനുഗ്രഹമായിട്ടുള്ള ഒരു പ്രണയത്തിന്റെ പ്രഭാവലയങ്ങൾ ദാസേട്ടനെ ചുറ്റും ഇങ്ങനെ വീടിക്കും. പിന്നീട് രേണുസുതിയുടെ പറഞ്ഞു കൊടുക്കും. രേണുസുതി തിരിച്ചു നോക്കിയിട്ട് ആദ്യം ദേശീയ കളിച്ച് കാണിച്ചു കൊടുത്തിട്ട് ദാസേട്ടൻ എന്താണ് ഇങ്ങനെ കാണിച്ചിട്ടാണ് രേണുസുതി. അപ്പോൾ അവർക്കുള്ള ഒരു പ്രണയത്തിന്റെ ആ ഒരു വിത്ത് ഇങ്ങനെ പൊട്ടി മുടക്കുന്ന ഒരു രംഗങ്ങൾ കണ്ടിട്ടുണ്ട്. ഒപ്പം തന്നെ നടുവിൽ വെച്ച് ദാസേട്ടൻ മുണ്ട് പൊക്കി കാണിച്ചു. അതിന് അതായത് ഈ റൊമാൻറ്റിക് കാണിച്ചാണ് ഇങ്ങനെ മുണ്ടൊക്കെ പൊക്കി കാണിച്ചത്. അന്ന് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടവർക്ക് മുണ്ട് പൊക്കി കാണിച്ചെന്നോ? അപ്പം അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ നടന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ലാസ്റ്റ് ആണ് ദാസേട്ടൻ മനസ്സിലാക്കുന്ന പുള്ളിക്കാരിക്ക് വേറൊരു ഹസ്ബൻഡ് ഉണ്ട്, അങ്ങനെ തിരിച്ച് സാഡായിട്ട് പോവാണ്. ഇതിനകത്ത് ഇങ്ങനെ ഒരു ഇന്റിമേറ്റ് സീൻ വെക്കേണ്ടുന്ന ഒരു ആവശ്യകത എവിടെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞു തരിക. അല്ല, ആക്ച്വലി അങ്ങനെ ഇന്റിമേറ്റ് സീൻ എടുത്തത് ഞാൻ വലിയ മഹാപരാധമായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. പക്ഷേ അങ്ങനെ ഒരു സീൻ അവിടെ ഈ ഒരു സ്ക്രിപ്റ്റിനകത്താണെങ്കിൽ പോലും, അല്ലെങ്കിൽ ആ ഒരു ഇതെടുത്തത് വിവാദം ഉണ്ടാക്കാനാണ്, കോണ്ടന്റിൽ പോലും വെക്കേണ്ടത് ഒരു ആവശ്യകത എവിടെയായിരുന്നു? അപ്പൊ ഇത് ആരുടെ താല്പര്യമായിരുന്നു? അല്ല, ഈ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മളൊരു പരിപാടി കാണിക്കുമ്പോഴത്തേക്കിനാ ഇതിന്റെ അല്ലേ എന്നൊക്കെ ആൾക്കാർ വിചാരിച്ചൊക്കെ പൊക്കോളും. അല്ല, മറ്റെന്തെങ്കിലും ദുരുദ്ദേശം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു? കുറുമ്പിത്തിരി കൂടുന്നുണ്ട്. അതാണെങ്കിലും ദാസേട്ടനെ കൊണ്ട് ഈ ഡയറക്ടർ കഷ്ടപ്പെട്ട് അഭിനയിപ്പിക്കുന്ന മറ്റൊരു സീൻ കൂടി നമുക്ക് കാണാം സുഹൃത്തുക്കളെ.
സാഡായിട്ട് നിൽക്കുന്ന ഒരു രംഗമാണോ ഇപ്പൊ കണ്ടത്? ഭയങ്കര സാഡായിട്ട് എല്ലാം നഷ്ടപ്പെട്ടവനെ പോലുള്ള ദാസേട്ടന്റെ എക്സ്പ്രഷനാണ് സുഹൃത്തുക്കളെ നമ്മളെ കണ്ടത്. അഭിനയം പഠിക്കണമെന്ന മോഹമായി ഞാൻ എത്തിപ്പെട്ടത് ദാസേട്ടന്റെ മടയിലാണ്. നല്ലതാ, അവിടെ തന്നെ പോയി കയറിക്കൊടു. അപ്പോൾ സാഡായിട്ടുള്ള ഒരു രംഗം അഭിനയിക്കാനെ കൊണ്ട് ദാസേട്ടൻ പഠിപ്പിച്ചത് ഇതാ ഇങ്ങനെയായിരുന്നു. വളരെ എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. ഇതാണ് ഗൈസ്. ഞാനും കാണിച്ച ശരിയാണോ? ഞാൻ പഠിച്ചു. ദിസ് ഈസ് വെരി സിമ്പിൾ. രേണുസുതി തനിക്കൊണം കാണിക്കരുത്, ഇത് അഭിനയമാണ്. അതിന്റെ ഇടയിൽ കൂടെ റിയൽ ക്യാരക്ടറിലോട്ട് പോവുകയാണ്. റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഷൂട്ടിംഗ് സെറ്റിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം വീട്ടിൽ വെച്ചിട്ട് വരണല്ലോ, ഒരുമാതിരി ചന്ത സ്വഭാവം കാണിക്കരുത്. ഞാൻ ഇനി ഇന്റിമസി സീൻ ഉണ്ടെങ്കിൽ എനിക്ക് കംഫോർട്ടബിൾ ആണെങ്കിൽ ഇനിയും രേണുസുതി അഭിനയിക്കും. എനിക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള സീനാണെങ്കിൽ രേണുസുതി അഭിനയിക്കും. അത്രേ ഉള്ളൂ. രേണുക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള സീൻസ് ഒക്കെ അഭിനയിക്കുന്ന എന്താ പ്രശ്നം? കംഫർട്ട് ആയാലും ഹാർപ്പിക് ആണെങ്കിൽ കാണുന്ന ആൾക്ക് പ്രശ്നം ആവശ്യമില്ല. നിങ്ങൾ എന്തിങ്ങനെ അൺകംഫോർട്ടബിൾ ആകുന്നു? നിങ്ങൾ അങ്ങനെ അൺകംഫോർട്ടബിൾ ആവരുത്. കാരണം രേണുക്ക് അവിടെ കംഫോർട്ടബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അല്ലേ? അല്ല, ഈ രേണുക്കെ പറഞ്ഞേക്കുന്നത് അടുത്ത സിനിമ സീസൺ നമുക്ക് അവിടെ കാണുന്നില്ലേ? അതൊന്നും കുഴപ്പമില്ല. കുറച്ചൊക്കെ ബോധ്യമുണ്ട് അമ്പലമല്ലേ എന്ന്. എന്നിട്ട് പിന്നെ എന്തിരി തേങ്ങയൊക്കെയാണ് അവിടെ എടുക്കാൻ പോയത്? അതൊന്നും കുഴപ്പമില്ല, അമ്പലമായാലും വിഷയമില്ല. നമുക്ക് ഇനി രേണുക്കയുടെ റൊമാൻസ് കാണാം. അങ്ങോട്ട് കൊടുക്കൂ കുമാരിയേട്ടാ. എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? ഗൈസ്, ആക്ച്വലി ഞാൻ അങ്ങനെ ഇച്ചിച്ചി വീഡിയോ കാണുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ ഇത് കുഴപ്പമില്ലാത്ത കംഫർട്ടബിൾ ആയിട്ടുള്ള വീഡിയോ ആണ് രേണുക. നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ എന്നെ. ഞാൻ അങ്ങനത്തെ ഒരു കളങ്കമുള്ള വ്യക്തി അല്ല. ആരോടാന്നോ? നല്ല പരിചയമുള്ള പയ്യനാ. എന്തൊക്കെ അവരാധം ചോദിക്കണം മോനെ. ക്യാമറ നീലക്കുയിൽ വേണം, മഞ്ഞക്കുയിൽ വേണം, കുറെ വാണങ്ങളുണ്ട് ഇതില്. പിന്നല്ല, അത്ര അവിടെ അക്ഷയ് നമ്മളോടെ പരിചയം. നമ്മുടെ മറ്റുള്ള ചോദ്യം കിട്ടില്ല. ഇങ്ങനെ ഒരുമാതിരി കുറച്ച് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ മുന്നോട്ട് കേൾക്കാം. ഒരു മറ്റുള്ള കുറച്ച് ചോദ്യങ്ങളെ എന്നാണെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. എന്തൊക്കെ കാണണം നമ്മൾ. ഷോർട്ട് ഫിലിമിന്റെ പേരും ആൽബത്തിന്റെ പേരും പറഞ്ഞ് കൂത്താട്ടം കാണുന്നു നമ്മൾ. മുതുക്ക് കൂത്താട്ടം. അതാ ഒരു ചേട്ടൻ വന്ന് പെട്ടു ക്യാമറയുടെ ഇടയിൽ. ഓടിത്തള്ളി ചേട്ടൻ, രക്ഷപ്പെട്ടു. അത് തന്നെ എന്താ ചെയ്യണ്ടേന്ന് രേണുക്കൊക്കെ അറിയത്തില്ലടി. രേണുക്കെ എടുത്ത് ആ സീൻ ചെയ്യാൻ പറഞ്ഞ രേണുക്കെ ഇടിലൊക്കെയാണ്. പിന്നെ അല്ല, രേണുക്കെ പറഞ്ഞ പോലെ തന്നെ എടി ലിപ്ലോക്ക് കടിച്ചു എനിക്ക് മാത്രം ആവശ്യപ്പെട്ടു. നിങ്ങൾ ആരും ഒന്നും ചെയ്യാറുണ്ട്. ഞാൻ അഭിനയിക്കുന്ന സെറ്റിൽ മറ്റൊരാൾക്ക് ഇങ്ങനെ കടിച്ചു സീൻ കൊടുത്തേക്കുന്നത് എനിക്ക് ഒക്കത്തില്ല. കാര്യം അവരെ ലിപ്ലോക്ക് ചെയ്ത കാര്യം രേണുക്ക് കടിച്ചു പറയാണെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ വന്നിട്ട് പോയത് നിങ്ങൾ ഇടയ്ക്കൂടെ കുമ്മനടിച്ചിട്ട് പോയേക്കുന്നത്. ഇതൊക്കെ ആര് ഇത് സത്യത്തിൽ ഇത് എന്തിന്റെ ഷൂട്ടാണ്? എനിക്ക് ഇപ്പൊ ഐ വാണ്ട് ദ കംപ്ലീറ്റ് ലിസ്റ്റ് ബിഫോർ ദ സൺറൈസ്. നെക്സ്റ്റ് വീഡിയോ പക്ഷേ ഞാൻ ഫ്ലാറ്റിലാന്നുള്ള കാര്യം ഇപ്പൊ പബ്ലിസിറ്റി ആണ്. ഒരു ഫ്ലാറ്റിലായിരുന്നു. നമുക്കല്ലേ അറിയത്തുള്ളൂ എന്താ സത്യാവസ്ഥ. ഒരു ഫ്ലാറ്റിൽ എത്ര കാലം ഉണ്ടായിരുന്നു? കുറച്ച് ദിവസങ്ങൾ. അത് ചേച്ചി കൊച്ചിയിൽ വരുമ്പോ നിൽക്കാൻ വേണ്ടി അങ്ങനെ വരും, ഞങ്ങളൊന്ന് കറങ്ങും എന്നൊക്കെ, അങ്ങനത്തെ പരിപാടികളൊക്കെ വരും. നമ്മളൊന്ന് കറങ്ങും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞാൻ ഈ ആദ്യമൊക്കെ ഷൂട്ടിന് പോകുമ്പോൾ റൂം എടുക്കത്തില്ല. പകലൊക്കെ ഇന്റർവ്യൂവിനും കാര്യങ്ങളൊക്കെ ഷൂട്ടിനൊക്കെ പോകും. വിവരം ചേച്ചി നമുക്ക് അവിടെ ഫ്ലാറ്റിൽ അങ്ങോട്ട് വരാൻ പറയും. അപ്പാർട്ട്മെന്റ് ചേച്ചിയുടെ കുറെ സാധനങ്ങൾ ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. എന്തൊക്കെയാ സാധനങ്ങൾ? കുറച്ച് ഡ്രസ്സ്, ഒരു ബാഗ്, കയ്യിലിടുന്ന വാച്ച്. എന്തൊക്കെ ഡ്രസ്സാ? എന്തൊക്കെ അറിയണം മോനെ നിനക്ക്? പറഞ്ഞുതരാടാ. ഡ്രസ്സാണ് ഒരു മനുഷ്യനിടുന്ന എന്തൊക്കെയാണ് ഡ്രസ്സ്? അതൊക്കെ അവന്മാർക്ക് എന്തൊക്കെ അറിയണം? എന്തൊക്കെ ഇടുന്നത് ഞാൻ പറഞ്ഞ ചട്ടിയിടോ കൂടിപ്പോവും. ഓക്കെ, അതുകൊണ്ട് ഒന്നും മിണ്ടണില്ല. എത്ര 558 പ്രാവശ്യം ഫ്ലാറ്റിൽ വെച്ച് ഇത്ര പ്രാവശ്യം പിന്നെ ഇത് 18+ ആണ്. ഓക്കെ, പക്ഷെ രേണുവൊക്കെ ഇതിനകത്തൊക്കെ ഒക്കെ കംഫർട്ടബിൾ ആണ് ഗൈസ്. അതെ. രേണുവൊക്കെ ഇതൊന്നും ഒരു വിഷയമല്ല. കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ എയറിൽ പോയി പിടിച്ച് നിൽക്കാൻ പറ്റൂ. ഇത് ഇന്റിമേറ്റ് സീറ്റ് അഭിനയിക്കുന്നതിൽ മാത്രമല്ല, ഇങ്ങനെയുള്ള ചോദ്യശരങ്ങൾ കേൾക്കാനും രേണുവൊക്കെ കംഫർട്ടബിൾ ആണ്.
പിന്നെ എനിക്ക് അക്ഷയുടെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അക്ഷയന്റെ സുഹൃത്താണ് മുമ്പ്. അത് നല്ല രീതിയിൽ ഈ ഒരു ആക്ടിങ് ഇവിടെ നല്ല രീതിയിൽ അവൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പം അവന് കുറച്ചുകൂടെ വിസിബിലിറ്റി കിട്ടിയിരിക്കുന്ന ഈ ഒരു അടുത്ത് ഇപ്പോൾ രേണുസുതിയുടെ ഒപ്പം ഉള്ള ഒരു സംഭവമാണ്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു അറിയാം, ഒരു നെഗ് രീതിയിലുള്ള ഒരു ഫെമിലിയാരിറ്റി അതായിരിക്കും വരിക. പിന്നെ അളിയനത് പോസിറ്റീവ് ആക്കി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അറിയാം എന്താണെങ്കിലും അളിയൻ അതാണെങ്കിലും അടുത്ത വർക്കുകൾ പിടിച്ചിട്ട് പോകാൻ മുന്നോട്ട് പോകാറുള്ളത് മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും നമുക്ക് രേണുക്കെ ദാസേട്ടൻ കഴിക്കൊണ്ടുള്ള അടുത്ത വീഡിയോ. ദാസേട്ടനും വൈഫും തെറ്റി, വൈഫും രേണുവിനെ തല്ലി. ഒരു മലർന്ന യൂട്യൂബർ, അവന്റെ പേര് പറയും, അവന്റെ പേര് പറഞ്ഞാൽ അവൻ എനിക്കറിയാം നമ്മുടെ ഒരു വീഡിയോ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ആ ഒരു വീഡിയോ നമ്മൾ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ വ്ളോഗ്സിന്റെ വീഡിയോ ആണ്. ഓക്കെ, അതിൽ വേഷ കൊടുക്കുന്നുണ്ട്. ദാസേട്ടനെന്നല്ല ദാസൻ എന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് വിഷയം നിങ്ങൾ കണ്ടു നോക്കൂ, ചാനലുണ്ട്. ഓക്കെ, വേണ്ട രക്ഷപ്പെടണ്ട, ഇട്ട സാധനമാണ്. നമ്മള് ആൽബത്തിൽ അറിയിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. പക്ഷെ ഇതുപോലെ ഒന്നും സംഭവിക്കാത്ത കാര്യങ്ങളെ പറ്റി സംഭവിക്കാതെ പറയുന്ന സമയത്ത് ഈ പേര് പറഞ്ഞാൽ പോരാ ആൾക്കാർ. ആൽബത്തിന്റെ കാര്യം മിണ്ടല്ലേ ദാസേട്ട. സ്റ്റോറി ആയിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ഇന്റിമേറ്റ് സീറ്റ് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി നിങ്ങൾ അത് ഷൂട്ട് ചെയ്ത് വെച്ചു? അതെ, കിടപ്പറങ്ങ എന്തിനു ഷൂട്ട് ചെയ്തു? പുറമേ കാണുമ്പോൾ ആർക്ക് സംശയമൊന്നും തോന്നുന്നത് ആൽബത്തിനോട് ഷൂട്ട് ചെയ്തതല്ലേ പറഞ്ഞല്ലോ. പിന്നെ ഇതിനകത്ത് ഈ പറഞ്ഞേക്കുന്ന യൂട്യൂബർ അതിലേട്ടയാണ് പറഞ്ഞേക്കുന്ന പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിലേട്ടൻ ഇതിനെ പറ്റി രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലുള്ളവരെ ആവശ്യമില്ലാത്ത കാര്യം പറയാൻ പാടില്ല. തെറ്റി രേണുവിനെ പോയി തല്ലി എന്റെ ഭാര്യ എന്തൊക്കെ അസംബന്ധങ്ങളാണ് പറഞ്ഞത്. പിന്നെ അയാൾ മറ്റ് യൂട്യൂബേഴ്സിന്റെ സുഹൃത്തുക്കൾ അന്യ സമയത്ത് ഇവനെന്തോ കാര്യമായി സുഖമില്ലാത്ത ആളാണ് നിങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ നമ്മളത് ഇടപെട്ടില്ല. അവന്റെ പേര് ഞാൻ പറയുന്നില്ല, ചാനലിന്റെ പേര് പറയില്ല. അങ്ങനെ പറഞ്ഞാൽ കുറച്ച് ഫേമസ് ആവും. അങ്ങനെ ഫേമസ് ആവണ്ട, വേറെ ആളെ ഔദാര്യം. ഈ ഫേമസ് ആവണ്ടെന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ പുറകിൽ ഒരാൾ അവിടെ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഭർത്താവ് മരണപ്പെട്ടതിന്റെ ഒരൊറ്റ കാരണം കൊണ്ട് ഫേമസ് അയക്കുന്ന ഒരേ ഒരു വ്യക്തി നമ്മുടെ അതെ എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയല്ലേ എന്ന് ആലോചിക്കുമ്പോൾ കുഴപ്പമില്ല. അത് രേണുസുതിയാണ്. എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ്, എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ വീട്ടുകാരെ പറയുന്ന ഒരു സാധനം പറയുമ്പോഴത്തേക്കിന് കിച്ചുവിനെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. നമുക്ക് അതോടെ കേൾക്കാം. കിച്ചുവും രേണുവും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ട്. അവര് ഉടക്കിലാണ് കാര്യങ്ങൾ. അതിനെക്കുറിച്ച് ചേച്ചിക്ക് എന്താ? ഒരടക്കമില്ല. പിന്നെ ഒരു സാധാരണ അമ്മയും മക്കളും ആണെങ്കിൽ സൗന്ദര്യപ്പണക്കെങ്കിലും ഉണ്ടാവും, ഇല്ലയോ? നിങ്ങളൊക്കെ നമ്മൾക്ക് എൻ്റെ അമ്മയോട് ഞാൻ ഇടയ്ക്കൊക്കെ പിണങ്ങിയിരിക്കും. ഞങ്ങൾ തമ്മിൽ സൗന്ദര്യപ്പണക്കം പോലും ഇല്ല. പിന്നെ എവിടെയാ പണക്കം? എനിക്കറിയില്ല. അതാണ് സൗന്ദര്യപ്പണക്കം അവർക്ക് ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി മറ്റെന്തെങ്കിലും പണക്കം ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കറിയത്തില്ല. എന്നാണെങ്കിലും കിച്ചു നമ്മുടെ കൊല്ലം സുതിയൊക്കെ ആണെങ്കിൽ പോലും രേണുസുതി ഇപ്പോൾ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് വളരെ മനോഹരമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ഇരിക്കുന്നുണ്ടാവും. പ്ലസ് വർക്കിനെ അല്ലാതെ ഞാൻ പറഞ്ഞത് ഓൺലൈൻ മീഡിയാസിന്റെ മുന്നിൽ കാണിച്ചു വിടുന്ന അഭിനേതാക്കളെ എടുത്തു. അവിടെ ഒരു അമ്മച്ചി ഇരുന്നിട്ട് ഇത് എന്ത് തേകയാടി ഈ കാണിക്കണേന്ന്. അയ്യോ, ഇതെങ്ങനെങ്കിലും ഓൺലൈൻ മീഡിയാസിന്റെ അടുത്ത് പറഞ്ഞ് ഒന്ന് ഹൈപ്പ് ആവണം. അതുകൊണ്ടാണ് വെളിയിറങ്ങി വന്നത്. ആദിലെന്ന് വെച്ചു എത്ര നാളെ കണ്ടിട്ട്. ഞാൻ കഴിഞ്ഞ വീടിക്ക് അത്ര സാധനം പറഞ്ഞില്ല. ദുബായില്, സാധാ ദുബായ് അല്ല, ദുബായില് എന്ന് പറയുന്ന പോലെ സാധനമാണ് അതിലെന്ന് പറയേ. സാധാരണ നമ്മളൊക്കെ ഒരാളെ വിളിക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക? നേരെ ഫോണൊക്കെ എടുത്ത് ആടി എന്തുകൊണ്ടെന്നൊക്കെ സുഖമായിട്ട് സംസാരിക്കും. അങ്ങനെയൊക്കെയല്ലേ. ഇത് പുറത്ത് ഓൺലൈൻ മീഡിയ കൊണ്ട് പെട്ടെന്ന് ഓടി ഓൺലൈൻ മീഡിയ ഓക്കെടി ഹലോ എവിടാണ് അതിലൊന്നൂറ ദുബായ് ഈ ഒരു മൂഡിലാണ് നമ്മുടെ രേണുവൊക്കെ കാണിക്കുന്നത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഓൺലൈൻ മീഡിയാസിന്റെ തീറ്റയും കൂടി ഉറക്കമൊക്കെ ഇപ്പോ രേണുവൊക്കെ വീട്ടില്ല? എന്നെ അടുത്തറിയാവുന്നവർക്കെല്ലാം എന്റെ മറ്റു സോഫ്റ്റാണ്. എന്നെ അടുത്തറിയാത്ത കുറെ നെഗറ്റീവ് ഓളികൾക്കും പിന്നെ അതുപോലെ എനിക്ക് നെഗറ്റീവ് ഇട്ടിട്ട് റീച്ച് കൂട്ടിയിട്ട് പൈസ അരി തിന്നുന്നു വരുമാനം കിട്ടുന്ന കുറെ യൂട്യൂബ് ഓളികൾക്കും ഞാൻ വെറും പന്ന സ്ത്രീ ആയിട്ടാണ് അവർ പറയുന്നത്. പക്ഷെ എന്നെ അടുത്തറിയാവുന്നവർക്ക് ഞാൻ നല്ല ആളാണ്, നല്ല സ്നേഹമുള്ള ആളാണ്, നന്ദിയുള്ള ആളാണ്. ഞാൻ ആരെയും മനസ്സുകൊണ്ട് ദ്രോഹിക്കാറില്ല, ആരെയും ഞാൻ ഉപദ്രവിക്കാറില്ല. ഒരു കുഞ്ഞുങ്ങളും കഴിക്കേണ്ട ആഹാരത്തിന്റെ അതിൽ നിന്ന് ഞാൻ കൈ പിടിച്ച് ഒരു ആണുങ്ങളെങ്കിലും കഴിച്ചു പറഞ്ഞ് ഞാൻ വരുമാനം മേടിച്ച് ഞാൻ വിൽക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓരോ കാലം ഓരോ പെണ്ണുങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. രേണുസുതി പന്ന സ്ത്രീയാണെന്നുള്ളൊരു വാദം അങ്ങനത്തെ കാര്യമൊന്നും എനിക്കില്ല. കാരണം നമ്മൾ കണ്ടന്റാണ് അതിനായിട്ട് ചെയ്യുന്ന മാത്രമേ കണ്ടന്റ് ആയിട്ട് കുറെ അപരാധം കാണിക്കുന്നു. നമ്മൾ അപരാധങ്ങളായിട്ട് പറയുന്നത് പേഴ്സണലി നമുക്ക് ഇവിടെ വ്യക്തികളുടെ പ്രശ്നമുള്ള കാര്യമൊന്നും നമുക്ക് കണ്ടന്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ പന്ന സ്ത്രീ അങ്ങനെയൊന്നും ഇല്ല. കാണുന്ന കണ്ടന്റിനെ അപരാധം അറിയാമെന്ന് പറയും, അത്രേ ഉള്ളൂ. പിന്നെ ഇവർ വേറെ അറിവുത്തിരിക്കത്തില്ല എന്നുള്ള പറയുന്നത്, ഉപദ്രവിക്കത്തില്ല എന്നുള്ള സാധനം പറയുന്നുണ്ട്. ആരായി പറയണേ? നമ്മുടെ ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അദ്ദേഹത്തെ, പിന്നെ നമ്മുടെ ഫിറോസിക്ക, പിന്നെ താജു പത്തനംതിട്ട മനുഷ്യന്റെ അടുത്ത് നിങ്ങളെന്റെ തന്തയാവാൻ വരരുത് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് നമ്മുടെ രേണുവൊക്കെ. ആരെ ഉപദ്രവിക്കാൻ പോയില്ലേ? ഒരുപാട് പേരെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല, അയ്യോ എപ്പം, അയ്യോ എന്ന് ഇങ്ങനെ പറയും ഗൈസ്. അതുകൊണ്ട് ചോദിക്കാതിരിക്കാനാണ് നല്ലത്. ആരെ ഉപദ്രവിച്ചില്ലേ? അപ്പോൾ നമ്മുടെ രേണുവൊക്കെ ആണെങ്കിൽ രേണുവൊക്കെ അടുത്തറിയുന്ന ആളുകൾക്ക് അറിയാം രേണുവൊക്കെ എന്താണെന്നുള്ളതെന്നാണ് പറയുന്നത്. രേണുവൊക്കെ ഭയങ്കരമായിട്ട് അടുത്തറിയുന്ന രേണുവൊക്കെ എന്ത് ഇത് കാണിച്ചാൽ, അതായത് ഫാദർ നോബൽ ഫിലിപ്പിനെ അദ്ദേഹത്തെയൊക്കെ ആണെങ്കിൽ മോശമായിട്ട് പറയാനെ കൊണ്ട് പുള്ളി സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ പറയുന്നത് മറ്റാരുമല്ല സജീന ബ്ലോഗ്സ്.
ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത്, ആത്മാർത്ഥ സുഹൃത്തായിട്ടുള്ള സജീന വ്ലോഗ്സ് ഇപ്പൊ പറഞ്ഞു നമുക്ക് കേൾക്കാം. കഴിഞ്ഞ് അവളുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ ആ തെറ്റ് എന്താണെന്ന് രേണുവിന് മനസ്സിലായി. എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഞാൻ അത് അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിച്ചില്ല ചേച്ചി, സോറി, ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം. ഇപ്പൊ ഞാൻ പറയുന്ന തുടക്കം മുതലേ ഞാൻ സപ്പോർട്ടായിട്ടാണ് രേണു സപ്പോർട്ടായിട്ടാണ് നിന്നത്. ഒറ്റയടിക്ക് നമുക്ക് കൊണ്ട് കുഴി തള്ളിടാൻ പറ്റില്ല. അത് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിനും പറ്റില്ല. പിന്നെ രേണു എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് അത് അവരുടെ വിഷയമാണ്. പക്ഷെ ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് രേണു എടുത്ത് ആത്മാർത്ഥ സ്നേഹം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഞാൻ രേണു സൂര്യ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ അത് അന്നേരം പിന്നെ രേണു സൂര്യ അന്നേരം നമ്മുടെ കാര്യം അറിഞ്ഞ് നമ്മൾ പറഞ്ഞു കൊടുത്തത് തെറ്റാണ് ചേച്ചി, ഞാൻ തിരുത്താം എന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഇതുപോലെ വേറെ അനുഭവം ഉണ്ട്. ബിഷപ്പിന്റെ കാര്യത്തിൽ ഇതേ കണക്ക് രേണു സൂര്യ ബിഷപ്പിന്റെ കാര്യം അവരോട് ചോദ്യങ്ങൾ പോലും ചോദിക്കരുതെന്ന് പറഞ്ഞ് വിലക്കണം, ഇനി അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കുക ചെയ്യരുത് എന്ന് ഞാൻ ശക്തമായ രീതിയിൽ പറഞ്ഞു കൊടുത്തപ്പോൾ രേണു സൂര്യ അതനുസരിച്ചു. ആണോ? അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരാളെ അങ്ങ് കുഴിയിലോട്ടൊന്ന് തള്ളിയിട്ട് പോകുന്നത് ശരിയല്ല. എന്റെ മനസ്സാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തു. അത് ചെയ്തിട്ട് വീണ്ടും അതേ രീതിയിലുള്ള പ്രവൃത്തിയാണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും വേണ്ടാന്ന് വെക്കാം. ഈ പറഞ്ഞ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന ഒരാളെടുത്തും അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ഒരു പ്രാവശ്യം ചോദിക്കും കോടതി, ചോദിക്കത്തില്ലേ? അതുപോലെ നമ്മൾ ഈ പറയുന്ന അക്സെപ്റ്റ് ചെയ്യാൻ അവൾ പറ്റുമെങ്കിൽ ഒരു സുഹൃത്ത് എന്ന നിലയിൽ അവളെ നേരെയാക്കാൻ പറ്റിയ അതിൽ ഞാനൊരു നന്മ കാണുന്നു. ആയാതാക്കി പറഞ്ഞു നടക്കും ഞാൻ ആരാടാണെന്നുള്ള ഒരു ഭാവം അപ്പച്ചനുണ്ട്. അതല്ല, ആൾക്കാരുടെ സ്നേഹവും അവരുടെ പിന്നെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫീൽഡിൽ നിലനിന്ന് പോകാൻ പറ്റൂ എന്ന് രേണു സുധിയെ മനസ്സിലാക്കി കൊടുക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പൊ നമ്മളെ വാക്കിന് പുല്ല് വരെ കൽപ്പിച്ച് എനിക്കിഷ്ടം ഞാൻ ചെയ്യും, അത് നിങ്ങൾ ആരും എന്നുള്ള ആറ്റിറ്റ്യൂഡ് രേണുവിന്റെ ഭാഗത്തുനിന്ന് വന്നാൽ നീ നിന്റെ കാര്യം നോക്കി, നിന്നെ വെളിപ്പിച്ചിട്ട് എനിക്ക് എന്താ കാര്യം സാധിക്കാൻ, നീ നിന്റെ വഴിക്ക് ചേച്ചി ഇപ്പം വെളുപ്പിക്കുന്നുണ്ട് കുറച്ചൊക്കെ. നിന്നെ എങ്ങനെ വരെ എനിക്കെന്താ ഈ ഒരു ഡയലോഗോട് കൂടി സജീന ഈ ഇവിടെ നിർത്തും. വ്ലോഗ് നിർത്തത്തില്ല, രേണു സുധി എന്ന് പറയുന്ന കണ്ടന്റ് നിർത്തും. പിന്നെ അവളെ കുറിച്ച് വീണ്ടും അങ്ങോട്ട് പിന്നെ നെഗറ്റീവ് പറയാനോ ഒന്നിനും വരില്ല. അവിടെ ആ സ്റ്റോപ്പ്, ആ ഒരു കണ്ടന്റ്, ആ ഒരു വിഷയം രേണു സുധി എന്ന് പറയുന്ന വിഷയം സജീന അവിടെ സ്റ്റോപ്പ് ചെയ്യും. എനിക്ക് ഒരു മനുഷ്യനെ പേടിക്കണ്ട, യാതൊരു ഇതിലും പേടിക്കണ്ട. അവരുടെ ഇത് തന്നെയല്ലേ നമ്മളെല്ലാവരും നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴാണോ രേണു സുധീനെ പറ്റി ഇങ്ങനെയൊക്കെ മനസ്സിലായത്? എന്റെ പൊന്നു ചേച്ചി, എന്താ ഇതൊക്കെ? എന്താണെങ്കിലും തിരിച്ചറിവ് വളരെ നല്ലതാണ്. മനോഹരമായിട്ട് രേണു സുധിനെ വളരെ അടുത്തറിയുന്ന ആളിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. മുമ്പ് ഒരാളുണ്ടായിരുന്നു നിമിഷ ബീജോ, അന്ന് അവരും രേണു സുധിക്ക് എതിരെ തന്നെ പറഞ്ഞിരുന്നു. രേണു സുധിയെ പറഞ്ഞൊക്കെ മനസ്സിലായില്ല. അതായത് ഈ പറയുന്ന നീറ്റ് ലൈഫിന് വേണ്ടി തന്നെ കാണിച്ചു കൊടുക്കുന്ന അവരാധകളാണ്. അതിന് മാത്രമേ നമ്മൾ പറയുന്നത്. നമുക്ക് വ്യക്തിപരമായിട്ട് രേണു സുധി എടുത്ത് പന്ന സ്ത്രീ അങ്ങനെ ഇല്ല കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ വർക്ക് ചെയ്യാൻ പോവുക, പിന്നെ ഇതുപോലെ ഓൺലൈൻ മീഡിയാസിന് പോയി ഓരോ അവരാധകൾ കാണിക്കുക, നമ്മൾ അത് ഇതുപോലെ കണ്ടന്റ് ചെയ്യും മാത്രമേ ഉള്ളൂ. എന്നാണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നമുക്ക് അടിച്ചു. അതെ അവര് വീഡിയോ തീർന്നു കഴിച്ചു. അപ്പൊ എന്തായാലും നിങ്ങൾക്കും എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കമന്റ് ബോക്സിൽ പറയുക. ഓക്കെ, എന്ത് വേണോ പറഞ്ഞു. ഓക്കെ, സോ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. രേണു സുധീന്റെ കുറെ ക്ലിപ്സ് എടുത്ത് വെച്ച് ഒന്ന് റിയാക്ട് ചെയ്തു, അതിനെ നമ്മൾ റിയാക്ഷൻ ചെയ്തു. സോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഹൈപ്പിന്റെ ഓപ്ഷൻ കാണാനില്ല ഗൈസ്. എന്തായാലും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലിനെ. ഓക്കെ, സോ അടുത്ത് നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ ഗൈസ്.